ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകാൻ KPCCയുടെ നിർദ്ദേശം. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സർക്കുലർ വഴി. അധിക വേതനത്തിന് ബജറ്റിൽ തുക വകയിരുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അധിക വേതനം നൽകണമെന്നും സർക്കുലർ. KPCC സർക്കുലറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ KPCCയുടെ നീക്കം രാഷ്ട്രീയ നീക്കമാണ്, പക്ഷേ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന നീക്കവുമാണ്. കാര്യം UDFും BJPയും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആശാവർക്കർമാർക്ക് വേതനം കൂട്ടിക്കൊടുക്കുമ്പോൾ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ മെമ്പർമാരും പ്രസിഡന്റുമാരും എന്തായാലും സമ്മർദ്ദത്തിലാവും. അത് സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയാവുകയും ചെയ്യും. ഇതൊരു തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും സർക്കാർ ഗൗരവമായിട്ട് കാണുന്നുണ്ടാവും. KPCC സർക്കുലറിൽ പറയുന്നത് എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ആശാപ്രവർത്തകരുടെ സമരം കടുപ്പിക്കുമ്പോഴാണ് KPCC ഔദ്യോഗികമായി തന്നെ തങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കും ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. കാരണം ബജറ്റിൽ കൃത്യമായി തുക വകയിരുത്തണം, ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകാൻ എന്ന് പറയുന്നു. മാത്രവുമല്ല, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയതിനു ശേഷം പറ്റാവുന്ന രീതിയിൽ അധിക വേതനം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതുവരെ കോൺഗ്രസ് നടത്തിയ സമരങ്ങൾ, ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തിയാണ് ഈ സർക്കുലറിൻ്റെ അവസാന ഭാഗത്ത് ആശാപ്രവർത്തകർക്ക് ആശ്വാസമാകുന്ന തീരുമാനം കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ നിർദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ അനൗദ്യോഗികമായി KPCC സംസ്ഥാനത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആശാപ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് അനുവദിക്കണം എന്ന് ആവശ്യമായിരുന്നു. അത് പിന്നീട് UDFും സംസ്ഥാന നേതൃത്വവും സമാനമായി തന്നെ ജില്ലാ UDF നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ UDF അധികാരത്തിലുള്ള UDF ഭരണസമിതി നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ അധിക വേതനം, അത് പ്രത്യേക അലവൻസിനായി അനുവദിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ബജറ്റിൽ ആ തുക വകയിരുത്തുകയും ചെയ്തത്. ഇനി അത് LDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏതാണ്ട് 70% സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് LDF നേതൃത്വമാണ്. അതുകൊണ്ട് അത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ സമ്മർദ്ദമായി ഇത് മാറും. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ, സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷി. KPCC എന്തായാലും അതൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കുലർ ആ അർത്ഥത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. എന്നാൽ അതിന് സംസ്ഥാന സർക്കാർ അനുവദിക്കുമോ എന്നാണ് അറിയേണ്ടത്. തനതു വിഹിതത്തിൽ നിന്ന് പണം കൊടുക്കുന്നതിനെതിരല്ല എന്ന് CP ജോൺ പറഞ്ഞതും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അതിന് സംസ്ഥാന സർക്കാർ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ അത് ഓരോ പഞ്ചായത്തും അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ, തൊട്ടടുത്തുള്ള പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്തിലാണെങ്കിൽ അവിടെ 3000 രൂപ ആശാവർക്കർമാർക്ക് കൂടും. അത് LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ ആശാവർക്കർമാരെ സമ്മർദ്ദത്തിലാഴ്ത്തും. അവർ തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കും, അവിടെ 3000 കിട്ടി, ഇവിടെ കിട്ടിയില്ലല്ലോ എന്ന് പറയും. അവിടെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയുണ്ട്. എന്നാലും ആശാവർക്കർമാരുടെ സമരത്തിൽ അതിന് സാധ്യമായ എല്ലാ വഴികളും പ്രതിപക്ഷം തേടുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ അതേസമയം മുടിമുറിക്കൽ സമരവുമുണ്ട് സെക്രട്ടേറിയറ്റിൽ.